പൂക്കളുടെയും ചെടികളുടെയും വിസ്മയ ലോകത്തേക്ക് മിഴി തുറന്ന് കണ്ണൂർ പുഷ്പോത്സവം. കണ്ണൂർ പോലീസ് മൈതാനിയിൽ ഇനി 12 നാൾ വസന്തോത്സവം. കൃഷിമന്ത്രി പി പ്രസാദ് പുഷ്പോത്സവം ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയ്ക്ക് കണ്ണൂർ അഗ്രി ഹോർട്ടികൾച്ചറൽ സൊസൈറ്റി നൽകുന്നത് പുത്തൻ ഉണർവെന്ന് മന്ത്രി പറഞ്ഞു. നിറയെ പൂക്കൾ, പൂക്കളേക്കാൾ മനോഹരമായ ഇലകൾ, ചെടികൾ, കണ്ടാലും മതിവരാത്ത മനോഹര കാഴ്ചകൾ. കണ്ണൂർ പോലീസ് മൈതാനിയിൽ കണ്ണൂർ അഗ്രി ഹോർട്ടികൾച്ചർ സൊസൈറ്റി ഒരുക്കിയ പുഷ്പോത്സവം വൈവിധ്യം കൊണ്ടാണ് ഇത്തവണ ശ്രദ്ധേയമാകുന്നത്. നോക്കത്താ ദൂരത്ത് പരന്നുകിടക്കുന്ന പൂക്കളും ചെടികളും കണ്ടപ്പോൾ മന്ത്രി പി പ്രസാദിനും ആഹ്ലാദമായി. മനസ്സിന് എന്ത് വിഷമമുണ്ടെങ്കിലും ഇവിടേക്കൊന്നു വന്നാൽ കുളിർമയോടെ മടങ്ങാമെന്ന് മന്ത്രി പി പ്രസാദിന്റെ സാക്ഷ്യപത്രം. പുഷ്പോത്സവം അതിമനോഹരമെന്ന് മന്ത്രി കണ്ണൂർ വിഷ്ണുവോട്. വളരെ നല്ല രസമല്ലേ, പൂക്കളും എല്ലാം ചെടികളും കാണുമ്പോൾ എല്ലാവർക്കും ഒരു മനസ്സിനൊരു സന്തോഷവും ഉന്മേഷവും എല്ലാം ഉണ്ടാവും. അതാണ് പൂക്കളുടെയും ചെടികളുടെയും പ്രത്യേകത. അതെല്ലാം ഒരിടത്തെല്ലാം ഒരുക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അവിടെ വന്നതെല്ലാം കാണാനും ആസ്വദിക്കാനും കഴിയുന്നുള്ളതാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് ഇതെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് മാറി വളരെ ഉന്മേഷം ലഭ്യമാവാൻ ഉപകരിക്കുന്ന തരത്തിൽ ഒരുക്കിയിരിക്കുന്ന ഈ പുഷ്പോത്സവം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പല ചെടികളും നമുക്ക് അല്ലെങ്കിൽ ഇതൊരു വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ ഇത് കൃഷി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അത് അതിന് ഉപകരിക്കുന്ന തരത്തിലേക്ക് അതിൻ്റെ ഒരു സാധ്യത കൂടി ഇവിടെ തുറന്നിടുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. 12 ദിവസം നീണ്ടു നിൽക്കുന്ന പുഷ്പോത്സവം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചെടികൾ പൂക്കുന്നതും കായ്ക്കുന്നതും നമ്മുടെ മനസ്സിനെ കുളിരണിയിപ്പിക്കാനല്ലെങ്കിലും ആ കാഴ്ച നൽകുന്ന ആനന്ദം ഒന്ന് വേറെ തന്നെയെന്ന് മന്ത്രി. പൂക്കൾ മാത്രമല്ല, ചില ചെടികൾ തന്നെ അതിൻ്റെ ഇലകളുടെ നിറങ്ങൾ കൊണ്ട് പൂക്കളേക്കാൾ മനോഹരമായി നിൽക്കുമ്പോൾ എത്ര ഒരു സന്തോഷകരമായ കാഴ്ചയാണതെന്ന് നോക്കുക. പല വർണ്ണത്തിലുള്ള ഇലകൾ കൊണ്ട് പൂക്കളേക്കാൾ മനോഹരമായി തന്നെ നിൽക്കുന്ന ആ ചെടികൾ ഏതൊരാളിൻ്റെയും കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന ഒന്നാണ്. ചെടികൾക്ക് അങ്ങനെ ഒരു നല്ല രീതിയെല്ലാം ഉണ്ട്. അത് വളരെ സന്തോഷകരമായി നമുക്കെല്ലാം അനുഭവപ്പെടുന്നുണ്ട്. ഇതെല്ലാം പൂക്കുന്നത് നമ്മളെ സന്തോഷിപ്പിക്കാനാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടാവാം. ചെടികളെല്ലാം പൂക്കുന്നത് നമ്മളെ സന്തോഷിപ്പിക്കാനല്ല. പൂക്കുക എന്ന് പറയുന്നത് ഒരു ചെടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ്. സ്ത്രീ പ്രസവിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ്. ചെടിയിലെ ഏറ്റവും ഉന്നതമായ ഒന്ന് അതിൻ്റെ പൂവാണ്. ഒരു മനുഷ്യനെ, ഒരു സ്ത്രീ ഒരു കുട്ടിയെ പ്രസവിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഒരു വലിയ കർമ്മമാണ് അതിൻ്റെ അടുത്ത തലമുറയെ സൃഷ്ടിക്കുക എന്നതിൻ്റെ പേരിൽ ഒരു സസ്യം ചെയ്യുന്നത്. അതാണ് പൂവിൻ്റെ പ്രത്യേകത. പൂക്കൾക്ക് കളറിനകത്ത് തന്നെയും പറയാറുണ്ട്. എന്തെല്ലാമാണെങ്കിലും അത് നമുക്ക് കണ്ണിന് അല്ലെങ്കിൽ മനസ്സിന് ഏറ്റവും കുളിർമ നൽകുന്ന ഒന്നാണ്. പുഷ്പോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ താരമായത് ഉജ്ജ്വല ബാല്യം പുരസ്കാരം നേടിയ ഭിന്നശേഷിക്കാരനായ മാലൂരിലെ ദേവതീർത്തായിരുന്നു. ദേവതീർത്ത് എത്തിയത് മന്ത്രിയുടെ ഒരു ചിത്രവുമായാണ്. ഇത് ദേവതീർത്ത് വായ കൊണ്ട് വരച്ചതാണെന്ന് അറിഞ്ഞപ്പോൾ മന്ത്രിക്കും അത്ഭുതമായി. വായ കൊണ്ടാണ് ഈ കൊച്ചു കുട്ടി ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയുടെ ചിത്രം വരച്ചത്. എല്ലാവരുടെയും നല്ല പ്രോത്സാഹനവും അനുഗ്രഹവും ഈ ബാല്യത്തിൽ ഉണ്ടാവണമെന്ന് ദേവതീർത്തിന് ജില്ലാ അഗ്രി ഹോർട്ടികൾച്ചർ സൊസൈറ്റി പുഷ്പോത്സവത്തിന്റെ സംഘാടക സമിതിക്ക് വേണ്ടി എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങളും നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. വളരെ ധന്യമായ ഒരു ചടങ്ങിനാണ് ഈ വേദി സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. തന്റെ പോക്കറ്റിലുണ്ടായിരുന്ന വില കൂടിയ പേനയ്ക്കൊപ്പം സ്നേഹചുംബനം കൂടി മന്ത്രി പി പ്രസാദ് ദേവതീർത്തിന് നൽകി.
സംസ്ഥാന കാർഷിക പുരസ്കാര ജേതാക്കളായ അഗസ്റ്റിൻ തോമസ്, കെ ബിന്ദു എന്നിവരെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു. 6 പതിറ്റാണ്ടായി കാർഷിക മേഖലയ്ക്കായി പ്രവർത്തിക്കുന്ന കണ്ണൂർ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ പ്രവർത്തനത്തെയും മന്ത്രി ശ്ലാഘിച്ചു. കാർഷിക മേഖലയ്ക്ക് സൊസൈറ്റി നൽകുന്ന ഉണർവ് ശ്ലാഘനീയമാണെന്നും മന്ത്രി പറഞ്ഞു. സൊസൈറ്റി പ്രസിഡന്റും കളക്ടറുമായ അരുൺ കെ വിജയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മേയർ മുസ്ലിം മഠത്തിൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി എന്നിവർ മുഖ്യാതിഥികളായി. സംഘാടക സമിതി ജനറൽ കൺവീനർ PV രത്നാകരൻ, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ MN പ്രദീപൻ, ഡോക്ടർ KC വത്സല തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ BRCകളിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ അവതരിപ്പിച്ച സ്വാഗത നൃത്തശില്പവും ശ്രദ്ധേയമായി. കരുതലായി കവിതയായി കൂടെ നിൽക്കുന്നു നമ്മൾ. അരുമയായി ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ പുഷ്പോത്സവ നഗരിയിലേക്ക് വരിക. വീണ്ടും വീണ്ടും വരണമെന്ന മനസ്സോടെയല്ലാതെ ഇവിടെ നിന്നും നിങ്ങൾക്ക് മടങ്ങാൻ കഴിയില്ല. ഈ ഉറപ്പാണ് സംഘാടകർ നൽകുന്നത്. കണ്ണൂരിലെ പുഷ്പോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ യദു കണ്ണപുരത്തിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.